തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. വിധിക്കപ്പെട്ടവരാവാതെ വിധിക്കുന്നവരാവാൻ ജനാധിപത്യം പൗരന് നൽകുന്ന അപൂർവ അവസരമാണ് തിരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 5 വർഷക്കാലം തങ്ങൾ അക്ഷരാർത്ഥത്തിൽ എല്ലാ മേഖലയിലും വഞ്ചിക്കപ്പെടുകയും കബളിപ്പിക്കപ്പെടുകയുമായിരുന്നെന്ന് തിരിച്ചറിഞ്ഞ ഒരു ജനതയാണ് 17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിധി എഴുതാൻ പോകുന്നത്. ഇക്കാലയളവിൽ ദലിതരും ന്യൂനപക്ഷങ്ങളും പാർശ്വവൽകൃതരും അടക്കം ജനത അനുഭവിച്ച പീഡനങ്ങളും യാതനകളും ഒരു വശത്തു നിൽക്കട്ടെ, പ്രധാനമന്ത്രിയും BJP സർക്കാരും അടിച്ചേൽപ്പിച്ച നോട്ട് നിരോധനത്തിനു പിന്നിലെ യാഥാർത്ഥ്യം ഇപ്പോൾ മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. 2016 നവംബർ 8 അർദ്ധരാത്രിയിൽ ഒരു സുന്ദര ഇന്ത്യ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന് രാജ്യത്തോട് നമ്മുടെ പ്രധാനമന്ത്രി അറിയാതെ നടത്തിപ്പോയ ഒരു പിച്ചും പേയും പറച്ചിലായിരുന്നില്ല നോട്ട് നിരോധനമെന്നാണ് പുറത്തു വന്ന തെളിവുകൾ വിളിച്ചു പറയുന്നത്. സാമ്പത്തിക നടപടികളിലെ ദീർഘവീക്ഷണത്തിൻ്റെ അഭാവത്തിലുണ്ടായ പിശകുമായിരുന്നില്ല അത്. മറിച്ച് ഒരു കൊള്ളസംഘത്തെ പോലെ BJP RSS നേതാക്കൾക്ക് പച്ചപ്പകലിൽ ഇന്ത്യയെ കൊള്ളയടിക്കാനുള്ള ആസൂത്രിത നീക്കത്തിൻ്റെ വിളംബരമായിരുന്നു ആ പ്രഖ്യാപനമെന്നത് തെളിവ് നിരത്തി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ട്രൈകളർ ന്യൂസ് നെറ്റ്വർക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ദൃശ്യങ്ങൾ ഒരു ഭരണകൂടം ആ രാജ്യത്തെ ജനതയെ വഞ്ചിക്കുന്നതിൻ്റെ നേർസാക്ഷ്യമാവുകയാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള BJP ഓഫീസിലും അടുത്തുള്ള ഫാം ഹൗസിലും വച്ച് അസാധുവാക്കിയ നോട്ടുകൾ 40% കമ്മീഷൻ വാങ്ങി മാറ്റി നൽകുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷം പ്രദർശിപ്പിച്ചത്. ഇത് കളവോ കെട്ടിച്ചമച്ചതോ ആണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാവുന്ന ഗുരുതര ആരോപണമാണെന്നിരിക്കെ ഒരക്ഷരം മിണ്ടാനാവാതെ പ്രധാനമന്ത്രിയും BJP സർക്കാരും മുഖം മറച്ചിരിക്കുകയാണ്. ഒളിക്യാമറയുമായി എത്തിയ മാധ്യമ സംഘത്തിന് പഴയ നോട്ട് മാറി 40% കമ്മീഷൻ എടുത്തതിനു ശേഷം 2000 രൂപയുടെ പുതിയ നോട്ടുകളടങ്ങിയ 3 കോടി രൂപ BJP നേതാവ് കൈമാറുന്ന ദൃശ്യങ്ങളാണ് പ്രതിപക്ഷം പുറത്തുവിട്ടത്. BJP നേതാക്കളുടെ രഹസ്യ ഫാമുകളിലും ഹോട്ടലുകളിലും സൂക്ഷിച്ച 2000 രൂപയുടെ പുതിയ നോട്ടുകളുടെ വൻ ശേഖരവും പുറത്തു വന്ന ദൃശ്യങ്ങളിലുണ്ട്. നോട്ട് മാറാൻ എത്തിയവരോട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അമിത് ഷാ നോക്കിക്കൊള്ളുമെന്ന് പണം നൽകുന്നയാൾ പറയുന്നതും വീഡിയോയിലുണ്ട്. ഇത് ഗുജറാത്തിലെ മാത്രം ദൃശ്യങ്ങളാണെങ്കിൽ രാജ്യം മുഴുവൻ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുകയെന്നും നോട്ട് നിരോധനത്തിലൂടെ ആർക്കാണ് നേട്ടമുണ്ടായതെന്നും നോട്ട് നിരോധനം എന്തിനായിരുന്നെന്നും ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം, കള്ളപ്പണം കൈമാറ്റം, കള്ളക്കടത്ത് തുടങ്ങിയവയ്ക്ക് പണം ഉപയോഗിക്കുന്നതിനാൽ അതിനെതിരെയുള്ള കുരിശുയുദ്ധമാണ് നോട്ട് നിരോധനമെന്നാണ് പ്രധാനമന്ത്രി അന്നു പറഞ്ഞത്. അതായത് കള്ളപ്പണം തടയുന്നതിലൂടെ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ വേരറുക്കുകയെന്ന ധീരകൃത്യമാണ് താൻ നിർവഹിക്കാൻ പോകുന്നതെന്നും നരേന്ദ്രമോദി വീമ്പിളക്കി. ഇന്ത്യയിലെയും ലോകത്തെ തന്നെയും വിവിധ സാമ്പത്തിക വിദഗ്ധർ ഇത് വിഡ്ഢിത്തമാണെന്ന് പ്രതികരിച്ചെങ്കിലും താൻ പറഞ്ഞ അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാൻ വെറും 50 ദിവസത്തെ സമയം തരൂ എന്നായിരുന്നു പ്രധാനമന്ത്രി അന്ന് അഭ്യർത്ഥിച്ചത്. ഇല്ലെങ്കിൽ തന്നെ ശിക്ഷിച്ചോളൂ എന്നും അദ്ദേഹം വികാരാധീനനായി വിളിച്ചു പറഞ്ഞു. ആ 50 ദിവസത്തിലൊന്നിൽ സംഭവിച്ച അത്ഭുതമാണ് പ്രതിപക്ഷം പുറത്തുവിട്ട സ്വയം സംസാരിക്കുന്ന ആ ദൃശ്യങ്ങളിലുള്ളത്. ആ അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാൻ 50 ദിവസമല്ല 2.5 വർഷത്തോളം മുണ്ടു മുറുക്കിയെടുത്ത് കാത്തിരുന്നു വഞ്ചിക്കപ്പെട്ട ഇന്ത്യൻ ജനതയോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ജനങ്ങൾ ചവിട്ടിപ്പുറത്താക്കും മുമ്പ് തന്നെ ക്ഷമ ചോദിച്ചു പടിയിറങ്ങാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാവുകയായിരുന്നു വേണ്ടത്. രാജ്യത്തെ ബാങ്കുകൾക്ക് മുന്നിൽ ക്യൂ നിന്ന് വിശന്നും വിയർത്തും വീണു മരിച്ചത് ഈ രാജ്യത്തെ ജനങ്ങളാണ്. പണമില്ലാതെ ആശുപത്രിയിൽ മരിച്ചത് അവരുടെ ബന്ധുക്കളാണ്. കയ്യിൽ കാശില്ലാതെ മകളുടെ വിവാഹം മുടങ്ങിയപ്പോൾ ജീവനൊടുക്കിയത് അവരുടെ അച്ഛനമ്മമാരാണ്. ചെറുതും ഇടത്തരം പങ്കാളിത്തത്തിലുള്ളതുമായ വ്യവസായങ്ങൾ തകർന്നപ്പോൾ
ഇല്ലാതായത് അവരുടെ ഭാവിയാണ്. കെട്ടിവയ്ക്കാൻ പണമില്ലാതെ തൊഴിൽ നഷ്ടപ്പെട്ടവർ അവരിലുണ്ട്. എല്ലുമുറിയെ പണിയെടുത്ത് ഒരു ജീവിതം കൊണ്ട് സമ്പാദിച്ചതെല്ലാം ആജ്ഞാപിച്ച് കാൽ കീഴിൽ വരുത്തി കെട്ടിപ്പൂട്ടി വെച്ച് സ്വന്തക്കാർക്ക് കൊള്ളയടിക്കാൻ പിൻവാതിൽ തുറന്നുകൊടുത്ത അഴിമതിയുടെ വേഴ്ചത്തഴമ്പ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൈകളിലുണ്ട്. നെഞ്ചിൽ കൊത്തിയ ആ പൊള്ളുന്ന അനുഭവത്തിൻ്റെ ഉണ്ടാവണം ഈ വരുന്ന ജനകീയ വിധിയെഴുത്തിൽ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എഡിറ്റേഴ്സ് വോയിസ് ഇവിടെ പൂർണ്ണമാവുന്നു.